ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 1 വീക്ക് തൊഴിൽ വാർത്ത ചലഞ്ചിലേക്ക് കടന്നാലോ. നമുക്ക് ഒരാഴ്ച കൊണ്ട് ഫുൾ കംപ്ലീറ്റ് തൊഴിൽ വാർത്ത നമുക്ക് പഠിച്ചു തീർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ മാർഷലാണ്. 2025 ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയത് ആരാണ്? ഗ്രാസ മാർഷലാണ് 2025 ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ മാർഷലാണ്. ഗ്രാസ മാർഷൽ എന്ന് പറയുന്നത് മൊസാംബിക്കിലെ മനുഷ്യാവകാശ പ്രവർത്തകയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ, പോഷണം, സാമ്പത്തിക ശാക്തീകരണം, ദുരിത സാഹചര്യങ്ങളിലെ മാനുഷിക സേവനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് 1 കോടി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ മൊസാംബിക്കിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന സമോറ മാഷേലിന്റെ വിധവയായ ഗ്രാസയെ 1998 ദക്ഷിണാഫ്രിക്കയിൽ പ്രസിഡന്റ് നെൽസൺ മണ്ടേല വിവാഹം കഴിച്ചു. ഇതോടെ 2 രാഷ്ട്രങ്ങളുടെ പ്രഥമ വനിത എന്ന അപൂർവതയ്ക്കും ഉടമയായി. അപ്പോൾ എന്താണ് ഗ്രാസ മാർഷലിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ മാർഷലാണ്. 2025 2026 പറയുന്നത് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ മാർഷലാണ്. മൊസാംബിക്കിയിലെ മനുഷ്യാവകാശ പ്രവർത്തകയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ, പോഷണം, സാമ്പത്തിക ശാക്തീകരണം, ദുരന്ത സാഹചര്യങ്ങളിലെ മാനുഷിക സേവനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് 1 കോടി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മൊസാംബിക്കിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന സമോറ മാഷലിന്റെ വിധവയായ ഗ്രാസയെ 1998 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായിട്ടുള്ള നെൽസൺ മണ്ടേല വിവാഹം കഴിച്ചു. ഇതോടെ 2 രാഷ്ട്രങ്ങളുടെ പ്രഥമ വനിത എന്ന അപൂർവതയ്ക്ക് ഉടമയായ ഗ്രാസ മാർഷൽ എന്ന് പറയുന്ന വനിത കേട്ടോ. അതിനടുത്താണ് 2026 വേൾഡ് ഡിഫൻസ് ഷോ നടന്നത് എവിടെയാണ്? 2026 വേൾഡ് ഡിഫൻസ് ഷോ നടന്നത് എവിടെയാണ്? 2026 വേൾഡ് ഡിഫൻസ് ഷോ നടന്നത് റിയാദിലാണ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് 2026 വേൾഡ് ഡിഫൻസ് ഷോ നടന്നിട്ടുള്ളത്. അടുത്താണ് 2026 വേൾഡ് ഡിഫൻസ് ഷോ നടന്നിട്ടുള്ളത്. ഫെബ്രുവരി 8 മുതൽ 12 വരെ നടന്ന ഷോയിൽ ഇന്ത്യയും പങ്കെടുത്തിരുന്നു. ടാങ്കുകൾ, ആർട്ടിലറി ഗണ്ണുകൾ, മിസൈലുകൾ, റഡാറുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഫെബ്രുവരി 8 മുതൽ 12 വരെയാണ് എന്തുണ്ടായിരുന്നത്? റിയാദിൽ വേൾഡ് ഡിഫൻസ് ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. ഷോയിൽ ഇന്ത്യയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ടാങ്കുകൾ, ആർട്ടിലറി ഗണ്ണുകൾ, മിസൈലുകൾ, റഡാറുകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഡിഫൻസ് ഷോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്താണ് സർക്കാർ മേഖലയിലുള്ള രാജ്യത്തെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി ആരംഭിക്കുന്നത് എവിടെയാണ്? സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ചേവായൂരിലാണ് സർക്കാർ മേഖലയിലുള്ള രാജ്യത്തെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി ആരംഭിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ സർക്കാർ മേഖലയിലുള്ള രാജ്യത്തെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി ആരംഭിക്കുന്നത് കോഴിക്കോട് ചേവായൂരിലാണ്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അടുത്താണ് 2025 ഡിസംബറിൽ US രൂപം നൽകിയ സിലിക്കൺ വിതരണ ശൃംഖലയിൽ ഇന്ത്യയും അംഗമായി. ഇതിന്റെ പേരെന്താണ്? പാക്സ് സിലിക്ക എന്നുള്ളതാണ് പേര്. 2025 ഡിസംബറിൽ US രൂപം നൽകിയ സിലിക്കൺ വിതരണ ശൃംഖലയിൽ ഇന്ത്യയും അംഗമായി. ഇതിന്റെ പേരാണ് എന്ത്? പാക്സ് സിലിക്ക. നൂതന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സിലിക്കൺ വിതരണം സുരക്ഷിതവും അഭിവൃദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാക്സ് സിലിക്കയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ നൂതന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സിലിക്കൺ വിതരണം സുരക്ഷിതവും അഭിവൃദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാക്സ് സിലിക്കയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. അടുത്താണ് ഏത് ഗൾഫ് രാജ്യത്താണ് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ ഏത് ഗൾഫ് രാജ്യത്താണ് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? UAE മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏത് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ്? അന്റോണിയോ ഹോസെ സേഗുറോ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റാണ് അന്റോണിയോ ഹോസെ സേഗുറോ. സോഷ്യലിസ്റ്റ് നേതാവും ഇടതുപക്ഷ മിതവാദിയുമായ സേഗുറോ മാർസെലോ റെബലോ ഡിസൂസയുടെ പിൻഗാമിയാണ്. അപ്പോൾ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? അന്റോണിയോ ഹോസെ സേഗുറോ പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റാണ്. 2026 റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശങ്ങൾ. 2026 റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശങ്ങളാണ് ചരിധണ്ട് ഗുജറാത്തിലെ ചരിധണ്ട്, പട്ന പക്ഷി സങ്കേതം UP. ഗുജറാത്തിലെ ചരിധണ്ടും പട്ന പക്ഷി സങ്കേതം UPയിലെ പട്ന പക്ഷി സങ്കേതവുമാണ് 2026 റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള റാംസർ സൈറ്റുകൾ 98 ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ 98 റാംസർ സൈറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ പുതിയ 2026 ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചരിധണ്ടും ഗുജറാത്തിലെ ചരിധണ്ടും UPയിലെ പട്ന പക്ഷി സങ്കേതവുമാണ്. അടുത്താണ് ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത. ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് സൊറായ അഖായ് ഹജി ആഗയാണ് ഇറാനിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിത.
മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ്. IOCയുടെ ഇറാനിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിനിധി കൂടിയാണ് ആര്? സെറായ അഖായ് ഹജി അഗ. ഈ അഖായ് ഹജി ഒക്കെ ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ, എല്ലാ പേരും ഒരുമിച്ച് ഓർക്കണമെന്നില്ല. ഇറാനിൽ നിന്നുള്ള അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് സൊറായ അഖായ് ഹജി അഗ. ആളെ ഏതിലാണ്? ബാഡ്മിന്റൺ താരമാണ് കേട്ടോ, മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ്. അടുത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 സർവേ പ്രകാരം സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലെ ഇരട്ടിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 സർവേ പ്രകാരം സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലെ ഇരട്ടിയാണ്. ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായും ഇരട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 സർവേ പ്രകാരം സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടിയാണ്. കണ്ണൂരിലെ ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായും ഇരട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം പോലീസായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. CPO എക്സാമിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്താണ് ദേശീയ ഗീതമായ വന്ദേ മാതരം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ആലാപനത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെയാണ് ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കുന്ന ചടങ്ങുകളിൽ ആദ്യം ആലപിക്കേണ്ടത് വന്ദേ മാതരമായിരിക്കണം. വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമല്ല, ഇതുവരെ ഒഴിവാക്കിയിരുന്ന ഭാഗം കൂടി ഉൾപ്പെട്ട 6 ഖണ്ഡികകളും ആലപിക്കണം. 3 മിനിറ്റ് 10 സെക്കൻഡാണ് പാടാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. അപ്പോൾ എന്താണ് ഈയിടെ ദേശീയ ഗാനത്തിന് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് വാർത്താ പ്രാധാന്യം നേടാൻ കാരണം ആലാപനത്തിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെയാണ്. ദേശീയ ഗാനം ദേശീയ ഗീതവും ഒരുമിച്ച് പാടേണ്ട ചടങ്ങുകളിൽ എന്താണ് ദേശീയ ഗീതമായിരിക്കണം ആദ്യം പാടേണ്ടത്. മാത്രമല്ല ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 3 മിനിറ്റ് 10 സെക്കൻഡാണ് പാടാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികവും 2025 നവംബർ 7 മുതൽ 2026 നവംബർ 7 വരെ ആഘോഷിച്ചിരിക്കുന്നത്. അപ്പോൾ 150 വർഷങ്ങൾക്ക് മുമ്പാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികമാണ് 2025 നവംബർ 7 മുതൽ 2026 നവംബർ 7 വരെ ആഘോഷിക്കുന്നത്. അടുത്തിടെ വാട്സ്ആപ്പ് നിരോധിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നാരോപിച്ചാണ് നിരോധനം. റഷ്യയിൽ 10 കോടി ഉപയോക്താക്കളുണ്ട് വാട്സാപ്പിന്. ഇവരോട് തദ്ദേശീയമായി വികസിപ്പിച്ച സർക്കാർ പിന്തുണയുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആയ മാക്സിലേക്ക് മാറാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വാട്സാപ്പ് നിരോധിച്ച രാജ്യമാണ് റഷ്യ. ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രിയാണ് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിലെ 13ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 297 സീറ്റുകൾ നേടിയിരുന്നു. തീവ്ര ഇസ്ലാമിക് പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമി നയിച്ച സഖ്യത്തിന് 68 സീറ്റുകൾ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിലെ 13ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി 297 209 സീറ്റുകൾ നേടിയിരുന്നു. അതുപോലെ തീവ്ര ഇസ്ലാമിക് പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമി നയിച്ച സഖ്യത്തിന് 68 സീറ്റുകളാണ് ലഭിച്ചിട്ടുള്ളൂ. 17 വർഷത്തെ വിദേശവാസത്തിന് ശേഷം തിരിച്ചെത്തിയ താരിഖ് മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെയും മകനാണ്. 2024 കലാപത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാനാണെന്നുള്ളത് ഓർത്തേക്കാം. അടുത്താണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ്. അസമിലെ ദക്കുവാഖാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചത്. സർവീസസിന്റെ 8ാം വിജയമാണിത്. അഭിഷേക് പവാറാണ് സർവീസസ് ടൂർണമെന്റിലെ താരം. 19ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ്. അസമിലെ ദക്കുവാഖാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. സർവീസസിന്റെ 8ാം വിജയമാണിത്. അഭിഷേക് പവാറാണ് ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്താണ് 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത്. 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. മാർച്ച് 8-നാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 10ാമത് T20 ലോകകപ്പ് നേടിയത് ആരാണ്? ഇന്ത്യയാണ്. മാർച്ച് 8-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂസിലൻഡ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം മാർച്ച് 8 എന്നുള്ളത് ഓർത്തേക്കുക. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മത്സരങ്ങൾ നടന്നിരുന്നത്. മലയാളിയായ സഞ്ജു സാംസണാണ് ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തുടർച്ചയായി T20 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ ചരിത്രം കുറിച്ചു. സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ. അതുപോലെ മാർച്ച് 8-നാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ ഉണ്ടായിരുന്നത്. ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചത്. അതുപോലെ സഞ്ജു സാംസണാണ് താരമായി തിരഞ്ഞെടുത്തത്. തുടർച്ചയായി T20 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ ചരിത്രം കുറിച്ചു. സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ. സിംബാബ്വേയിലെ ഹരാരെയിൽ നടന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പും ഇത്തവണ ഇന്ത്യ നേടി. ഇപ്പോൾ സിംബാബ്വേയിലെ ഹരാരെയിലാണ് അണ്ടർ-19 ലോകകപ്പ് ഇത്തവണ നടന്നത്. അതും ഇന്ത്യക്ക് തന്നെയാണ് വിജയം കിട്ടിയിട്ടുള്ളത്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ആയുഷ് മാത്രയെ നയിച്ച ഇന്ത്യ കപ്പ് നേടിയത്. അപ്പോൾ ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ആയുഷ് മാത്രയെ നയിച്ച
ടീമാണ് ഇന്ത്യക്ക് കപ്പ് നേടുന്നത്. അപ്പോൾ അതാണ് എത്രാമത് മാരമൺ കൺവെൻഷനാണ് പമ്പ നദിയുടെ മാരമൺ മണൽപ്പുറത്ത് ഫെബ്രുവരി 8 മുതൽ 15 വരെ നടന്നത്. അപ്പോൾ എത്രാമത്തെ മാരമൺ കൺവെൻഷനാണ് പമ്പ നദിയുടെ മാരമൺ മണൽപ്പുറത്ത് ഫെബ്രുവരി 8 മുതൽ 15 വരെ നടന്നത്. 131ാമത്തെ മാരമൺ കൺവെൻഷനാണ് പമ്പ നദിയിലെ മാരമൺ മണൽപ്പുറത്ത് ഫെബ്രുവരി 8 മുതൽ 15 വരെയാണ് ഉണ്ടായിരുന്നത്. മാരമൺ കൺവെൻഷനാണ് 131ാമത്തെ മാരമൺ കൺവെൻഷനാണ് പമ്പ നദിയിലെ മണൽപ്പുറത്ത് ഫെബ്രുവരി 8 മുതൽ 15 വരെ നടന്നത്.